ഈ ഒരു വർക്കാണ് ഇന്നത്തെ ലാബിൽ ഗിറ്റ് ഹബിൽ റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാണ്ട് ഗിറ്റ് ഹബ് ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്ട് ലോക്കൽ സിസ്റ്റത്തിൽ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യും. ഗിറ്റ് ഹബിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഗിറ്റ് ഹബ് സൈനപ്പ് എന്ന് കൊടുക്കുക. ദെൻ ഇവിടെ സൈനപ്പ് ഇൻറ്റു ഗിറ്റ് ഹബ് മെയിൽ ഐ ഡി പാസ്വേഡ് യൂസർ നെയിം ദെൻ കണ്ടിന്യൂ. പിന്നെ മെയിലിലേക്ക് വരുന്ന OTP ഉപയോഗിച്ച് മെയിൽ ഐ ഡി കൺഫേം. പിന്നെ നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻ ടു ഗിറ്റ് ഹബ് കൊടുക്കുക. ദെൻ ഇവിടെ മെയിൽ ഐ ഡി പാസ്വേഡ്. ഇത് ഗിറ്റ് ഹബ് റിപ്പോസിറ്ററി ആണ്. ഇവിടെ ഓൾറെഡി റിപ്പോസിറ്ററീസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലാബിൽ ചെയ്യേണ്ടത് പുതിയൊരു റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്നു. അതിനിവിടെ ന്യൂ എന്ന് കൊടുക്കുക. അതുപോലെ നമ്മളിവിടെ റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടെ ഒരു പേര് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ ഓപ്ഷണൽ ആണ്. പിന്നെ റിപ്പോസിറ്ററി പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്നുള്ളത്. ഒരു ഓക്കെ, ഞാനിത് ഒരു പബ്ലിക് റിപ്പോസിറ്ററി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഒരു വെബ്സൈറ്റ് പ്രോജക്റ്റ് ആണ് അത്. സോ വെബ് പ്രോജക്റ്റ് പബ്ലിക് എന്ന് കൊടുക്കണമെന്നില്ല, നമുക്ക് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ രണ്ടും ക്രിയേറ്റ് ചെയ്യും, ഒരു പബ്ലിക്കും ക്രിയേറ്റ് ചെയ്യും, പ്രൈവറ്റും ക്രിയേറ്റ് ചെയ്യും. സോ ഇവിടെ വെബ് പ്രോജക്റ്റ് പബ്ലിക് എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോസിറ്ററി പേര് കൊടുത്ത് ദെൻ ക്ലിക്ക് ഓൺ ക്രിയേറ്റ് റിപ്പോസിറ്ററി. ഇനി ഇതിനകത്തേക്ക് അല്ലെങ്കിൽ ഇതിന് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒന്നുകിൽ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ പുതിയ ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റിംഗ് ന്യൂ ഫയൽ എന്ന് കൊടുക്കുന്നു. ദെൻ ഇവിടെ ഫയലിനൊരു പേര് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഹലോ വേൾഡ് ജാവ പ്രോഗ്രാം ആണ് കേട്ടത്. സോ ഹലോ വേൾഡ് ഡോട്ട് ജാവ ആണ്. ദെൻ ഇവിടെ കോഡ് എൻട്രി ചെയ്ത് കൊടുക്കാം. ദെൻ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്മിറ്റ് ചേഞ്ചസ് എന്ന് കൊടുക്കാം. ദെൻ ഇവിടെ ഒരു കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് കമ്മിറ്റ് എന്ന് കൊടുക്കും. ഡിസ്ക്രിപ്ഷൻ ഓപ്ഷനിലാണ് കമ്മിറ്റ് ചേഞ്ചസ്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി ഒരു സേവ് മാത്രം, അതായത് ഒരു വെർഷൻ മാത്രമേ നമ്മൾ സേവ് ചെയ്തിട്ടുള്ളൂ, അതിവിടെ കാണിച്ചു. ഇനിയിപ്പം നമുക്ക് ഇതിലെന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഈ എഡിറ്റ് ബട്ടൺ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സപ്പോസ് ഹലോ വേൾഡ്, ഞാനിവിടെ ഹലോ ഇത് എടുത്ത് കളയുന്നു. ദെൻ അഗെയിൻ കമ്മിറ്റ് ചേഞ്ചസ്. ദെൻ ഫോർ എക്സാമ്പിൾ സെക്കൻഡ് കമ്മിറ്റ്, ദെൻ സേവ് ചേഞ്ചസ്. ദെൻ ഇവിടെ നമുക്ക് ഹിസ്റ്ററി എന്നുള്ളിടത്ത് രണ്ട് കമ്മിറ്റുകൾ കാണാം. ഓരോ കമ്മിറ്റിനും ഒരു കമ്മിറ്റ് ID ഉണ്ടാവും. ഇവിടെ നമ്മൾ കൊടുത്ത് ഫസ്റ്റ് കമ്മിറ്റ്, സെക്കൻഡ് കമ്മിറ്റ്, ആ കമ്മിറ്റിന് കൊടുത്ത മെസ്സേജ്. പ്രൊഡക്ഷനിൽ നമ്മൾ കമ്മിറ്റ് മെസ്സേജ് മീനിങ് ഫുൾ ആയിട്ടുള്ളത് കൊടുക്കണം. എന്താണ് നമ്മൾ അതിൽ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാകുന്നവരെ വേണ്ടി. സപ്പോസ് ഇനിയിപ്പം ഒരു കമ്മിറ്റ് കൂടി നമുക്ക് ചെയ്യണം. സപ്പോസ് ഞാൻ ഇവിടുന്ന് അഗൈൻ ക്ലിക്ക് ഓൺ എഡിറ്റ്, ഇവിടെ ഈ ഒരു എല്ല് എടുത്തു കളഞ്ഞു. ദെൻ അഗൈൻ കമ്മിറ്റ് ചേഞ്ചസ്, തേർഡ് കമ്മിറ്റ്, ദെൻ ക്ലിക്ക് ഓൺ കമ്മിറ്റ് ചേഞ്ച്.
ഇതിന്റെ കമ്മിറ്റ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് 3 കമ്മിറ്റുകൾ കാണാം. ഓക്കെ, അപ്പം ഫസ്റ്റ് റിപ്പോസിറ്ററി ക്രിയേഷൻ കഴിഞ്ഞു. ഇനി ഗിറ്റ് ഹബ് ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇവിടെ ഗിറ്റ് ഹബ് ഡെസ്ക്ടോപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ദെൻ ഗിറ്റ് ഹബ് ഡെസ്ക്ടോപ്പ് ഡൗൺലോഡ് ഫോർ വിൻഡോസ്. ഇവിടെ ഡൗൺലോഡ് ഗിറ്റ് ഹബ് ഡെസ്ക്ടോപ്പ്, ഇതിൽ ഡൗൺലോഡ് ഫോർ വിൻഡോസ് സപ്പോർട്ട്. ഓക്കെ, എൻ്റെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, സോറി ഡൗൺലോഡഡ് ആണ്. അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഡൗൺലോഡ് സപ്പോർട്ട് ഇൻസ്റ്റാൾ ചെയ്യും. ഗിറ്റ് ഹബ് ഡെസ്ക്ടോപ്പ് സെറ്റപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഓപ്ഷൻസിൽ ഓക്കെ ഫസ്റ്റ് ഇവിടുന്ന് ഫയലിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് സൈൻ ഇൻ ചെയ്യുന്നതിന് വേണ്ടി ഫയല് ഓപ്ഷൻസ്, ഇവിടെ സൈൻ ഇൻ ടു ഗിറ്റ് ഹബ് .com. അഗൈൻ കണ്ടിന്യൂ വിത്ത് ബ്രൗസർ. ഇപ്പൊ നമ്മുടെ ബ്രൗസറിൽ ഓൾറെഡി ഗിറ്റ് ഹബ് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നേരെ ഇതിലേക്ക് വന്നത്. സോ നമ്മളിത് ഇവിടുന്ന് കണ്ടിന്യൂ കൊടുക്കുക, എന്നിട്ട് അത് ഒതന്റിക്കേറ്റ് ചെയ്യും. കണ്ടിന്യൂ കൊടുക്കുക. ദെൻ ക്ലിക്ക് ഓൺ ഓപ്പൺ ഗിറ്റ് ഹബ് ഡെസ്ക്ടോപ്പ്. കണ്ടിന്യൂ. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഈ റിപ്പോസിറ്ററി എല്ലാം നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ ലോക്കൽ ഈ ഒരു ഡെസ്ക്ടോപ്പിൽ ഇരുന്നിട്ട് ഈ റിപ്പോസിറ്ററി എല്ലാം മാനേജ് ചെയ്യാവുന്നതാണ്. അത് ഗിറ്റ് ഹബിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് ക്ലോൺ ചെയ്യുകയോ പുതിയ റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുകയോ അങ്ങനെ എന്ത് കാര്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തത് ഗിറ്റ് ഇൻസ്റ്റാൾ. ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഡൗൺലോഡ് ഗിറ്റ് എന്ന് കൊടുക്കാം. ഗിറ്റ് ഡൗൺലോഡ്സ്, ഇതിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വിൻഡോസ് സെലക്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ നമുക്ക് സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റാളർ, അതായത് സെറ്റപ്പ് ഫയൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, അതല്ലെങ്കിൽ പോർട്ടബിൾ ഗിറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി പോർട്ടബിൾ ഗിറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സോ അത് ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്ട് ടു ഫോൾഡർ നെയിം കൊടുക്കുക. ദെൻ ഇത് റീനെയിം ചെയ്യണമെങ്കിൽ റീനെയിം ചെയ്യാവുന്നതാണ്. അതേപോലെ മറ്റൊരു ലൊക്കേഷനിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ റീനെയിം ചെയ്തിട്ട് ഗിറ്റ് എന്ന് കൊടുക്കുന്നു. ദെൻ ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ പ്ലേസ്. ദെൻ ഗിറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൽ ബിൻ എന്നൊരു ഡയറക്ടറി ഉണ്ടാവും. ആ ഡയറക്ടറിയിൽ ഇവിടെ bash.exe ഇതാണ് നമ്മുടെ ഗിറ്റ് ബാഷ്, അതായത് ഗിറ്റിന്റെ കമാൻഡ്സ് കൊടുക്കാനുള്ള
പ്രോംപ്റ്റ് ഇടാം. പിന്നെ ഇതിൽ ഈ ഫസ്റ്റ് ടൈം ഗിറ്റ് സെറ്റപ്പ് കൂടി ചെയ്യാം. നമ്മൾ ഗിറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അതിന്റെ യൂസർ നെയിം, അതേപോലെ മെയിൽ ഐ ഡി, ഇങ്ങനെ എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അതിനുള്ള കമാൻഡ്സ് ആണ് ഇത്. ഫോർ എക്സാമ്പിൾ ഗിറ്റ് കോൺഫിഗ് --global യൂസർ നെയിം ജോൺ എന്ന് കൊടുക്കും. ജസ്റ്റ് അത് ഇവിടുന്ന് കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ദെൻ രണ്ടാമത്തെ ഗിറ്റ് കോൺഫിഗ് ഗ്ലോബൽ യൂസർ മെയിൽ എന്ന് പറഞ്ഞിട്ട് മെയിൽ ഐ ഡി കൊടുക്കും. ഇത് വൺ ടൈം സെറ്റപ്പ് ആണ്. നമ്മൾ ആദ്യം ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രം ഈ കമാൻഡുകൾ കൊടുത്താൽ മതി.